ഈ പറഞ്ഞ ആനമറുത, മാടൻ, മറുത, വൃത്യങ്കരി, ഈ കൊലവന്നായാടി, കല്ലടിക്കോട് കരിനീലിയമ്മ, ഇതൊക്കെ ഭയങ്കരമായ ഉഗ്രമൂർത്തികളാണ്. അഗ്നിക്കരിങ്കുട്ടി, കരിങ്കുട്ടി, മണ്ണുടയോൻ, മൂക്കൻ ചാത്തൻ എന്നൊക്കെ പറയുന്നത് ഉഗ്രശക്തി ഏറിയിട്ടുള്ള ദേവതകളാണ്. കൊടുങ്കാളി ഗണത്തിൽപ്പെടുന്ന ഭദ്രകാളി ചൈതന്യങ്ങളുണ്ട്. എല്ലാ ദേവതകൾക്കും ഉണ്ട്. എല്ലാ അതിനൊരു അവസാനം ഉണ്ടായില്ലല്ലോ. ഇല്ല, ഉണ്ടാവത്തില്ല. പരബ്രഹ്മം സൃഷ്ടി. അപ്പൊ ഇവർക്ക് 3 പേർക്കും മുകളിൽ ഒന്നുണ്ട്. അവർക്ക് 3 പേർക്കും മുകളിലല്ല, ഇവർ 3 പേരും കൂടെ ചേരുന്നതാണ്. ഒരു കറുത്ത വലിയൊരു നായ ഇരുന്നിട്ട് എനിക്ക് അപ്പോൾ ഒരു ശബ്ദം വോയിസ് ഓവർ പോലെ കേൾക്കുകയാണ്, എനിക്ക് തരാനുള്ളത് നീ തരില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അങ്ങേക്കൊന്നും തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹം ഇങ്ങനെ മണിക്കൂറുകൾ ഇരുന്ന് നോക്കി കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മ തനിച്ചല്ല വന്നത്. കാര്യം അമ്മയ്ക്ക് അവളുടെ ജീവൻ രക്ഷിക്കാൻ അമ്മയെ കൊണ്ട് പറ്റുന്നില്ല. ജീവൻ രക്ഷിക്കാനെങ്കിൽ മഹാദേവൻ, കാര്യം അത് ആയുസ് അറ്റുപോയ പെൺകുട്ടിയാണ്, അതിന്റെ ആയുസ് തിരിച്ചു പിടിക്കണമെങ്കിൽ മഹാദേവൻ വരണം. മറ്റൊരാളെ സഹായിച്ചു കഴിഞ്ഞാൽ അവരുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അത് സത്യമാണ്. അവരുടെ കർമ്മഫലമല്ല, അവർ ചെയ്ത ആ ദോഷത്തിന്റെ 4-1 നമ്മളിൽ നിൽക്കുക ചെയ്യുന്നത്. ആ 4-1 നമുക്ക് കിട്ടും. ആ 4-1 നമ്മൾ എങ്ങനെയാ തീർക്കാന്നറിയാമോ? നമ്മൾ ഹോമം ചെയ്യും. പക്ഷെ ഒടിയൊക്കെ ചെയ്യാൻ അറിവുള്ളവരുണ്ട്. ഒടി വന്ന ഒരാൾ, ഒടി എന്ന് പറയുന്നത് ശരിക്കും ഒടി വെക്കുക എന്ന് പറയും. ഇപ്പോൾ രാഹുലിനൊരു ഒടി ഏറ്റു എന്ന് വിചാരിക്കുക. അപ്പോൾ രാഹുൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക, എനിക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ രാശിയിൽ രാഹുലിൻ്റെ രാശി നോക്കും, എൻ്റെ ആ രാശിക്ക് അവിടെ കെട്ട് വീഴും. എനിക്ക് കറക്റ്റ് കണക്ക് കിട്ടത്തില്ല. ഈ ഉപാസനയിൽ വരുന്നതാണ് മൂർത്തികൾ. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അല്ലെങ്കിൽ അങ്ങോട്ടേക്ക് പോകരുത് എന്ന് പറയുന്നത് ഈ ഉഗ്രമൂർത്തികളുടെ അടുത്തേക്കാണ്. യഥാർത്ഥത്തിൽ എന്താണ് ഈ മൂർത്തി അല്ലെങ്കിൽ ഉഗ്രമൂർത്തി? ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്വാത്വിക മൂർത്തികളും ഉഗ്രമൂർത്തികളും തമ്മിലുള്ള വ്യത്യാസം അല്ലേ? സ്വാത്വിക മൂർത്തികളുടെ ഗണത്തിൽ വരുന്നത് ശാസ്താവ്, ദുർഗ, ഇവരെയൊക്കെ സ്വാത്വിക മൂർത്തി, ക്ഷേത്രമൂർത്തികൾ. ശുദ്ധമായിട്ട് സ്വാത്വികമായിട്ടുള്ള നീതിയൊക്കെ കൊടുത്ത് ഇരുത്തിയേക്കുന്നവർ. കൊടുങ്കാളി, പിന്നെ ഈ പറഞ്ഞ ആനമറുത, മാടൻ, മറുത, വൃത്യങ്കരി, പിന്നെ ചില ചാത്തന്മാരെല്ലാവരും ഉഗ്രമൂർത്തിയല്ല, കുറച്ച് ചാത്തന്മാർ. ഈ കൊലവന്നായാടി, കല്ലടിക്കോട് കരിനീലിയമ്മ, ഇതൊക്കെ ഭയങ്കരമായ ഉഗ്രമൂർത്തികളാണ്. പാതാള കരടി എന്ന് പറഞ്ഞിട്ടൊരു മൂർത്തിയുണ്ട്. മണ്ണുടയോൻ, ഇതൊക്കെ ഉഗ്രമൂർത്തി ഗണത്തിൽ വരുന്നതാണ്. ഇതിൽ എനിക്ക് തോന്നിയിരിക്കുന്നത് ഈ ആനമർദ്ദ പോലുള്ളതാണ് ഏറ്റവും ഉഗ്രശക്തി ഏറിയതെന്നാണ്. അതിനെ മറികടക്കുന്ന മറ്റു മൂർത്തികളെ അപൂർവമാണ്. വെച്ച് സേവയിൽ അപൂർവമാണ് അങ്ങനെയുള്ള മൂർത്തികൾ. അതിൽ ഉഗ്രശക്തി ഏറിയത് ഇവരൊക്കെയാണ്. ഇപ്പോൾ കരിങ്കുട്ടിയൊക്കെ ചാത്തന്മാരിൽ കരിങ്കുട്ടി, മണ്ണുടയോൻ, മൂക്കൻ ചാത്തൻ എന്നൊക്കെ പറയുന്നത് ഉഗ്രശക്തി ഏറിയിട്ടുള്ള ദേവതകളാണ്. കൊടുങ്കാളി ഗണത്തിൽപ്പെടുന്ന ഭദ്രകാളി ചൈതന്യങ്ങളുണ്ട്. പിന്നെ വേട്ടയ്ക്കൊരു മകൻ, വേട്ടയ്ക്ക് ഹരൻ ഉണ്ട്, അദ്ദേഹത്തിൻ്റെ പുത്രനുണ്ട്, വേട്ടയ്ക്കാരൻ സൂനു എന്ന് പറഞ്ഞു. അതൊക്കെ ഈ വേട്ടയ്ക്കൊരു മകനൊക്കെ ഉഗ്രമൂർത്തി ഗണത്തിൽ പെടുന്നതാണ്. കിരാത മൂർത്തി, വാർത്താളി, ഇതെല്ലാം ഉഗ്രമൂർത്തി ഗണത്തിൽ വരുന്ന. ധൂമാവതി, ചാമുണ്ടിയും ഉണ്ട്, അതും നീചമൂർത്തിയാണ്. കടമറ്റം ഭയങ്കര നീചമായിട്ടുള്ള മൂർത്തിയാണ്. കടമറ്റം മലയിൽ നിന്ന് അവിടുത്തെ കടമറ്റത്തച്ഛൻ പഠിച്ചു പോന്നിട്ട് മലയരയന്മാരുടെ അടുക്കൽ നിന്ന് പോയി പഠിച്ചു വന്നിട്ട് സ്വന്തമായിട്ട് ഉപാസന എടുത്ത ആളാണ് കടമറ്റത്തച്ഛൻ. ഈ കടമറ്റ മൂർത്തികളൊക്കെ ദോഷമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ വീട്ടിലൊക്കെ ആദ്യം സംഭവിക്കാന്ന് പറഞ്ഞാൽ അവിടുത്തെ വെള്ളം അവർക്ക് കിട്ടാതെ വരും. വീട് മൊത്തം ഇങ്ങനെ അലങ്കോലപ്പെട്ട് കിടക്കും. മൊത്തം അഴുക്കും ദുർഗന്ധവും ഒക്കെ പെരക്കകത്തു നിന്നൊക്കെ വരാൻ തുടങ്ങും. കടമറ്റ മൂർത്തിയെ കൊണ്ടൊക്കെ ദോഷം വന്നിട്ടുണ്ടെങ്കിൽ. കടമറ്റം ഭയങ്കര നീചമാണ്. പക്ഷേ ഇതെല്ലാം ഓർക്കണം, ഇതിന് മേലെ ഒരു മൂർത്തി വേറെ ഉണ്ടാവും. അതിപ്പോൾ പറയുന്നില്ല, ചിലത് രഹസ്യമായിട്ടിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഈ ഇതിനും മുകളിൽ വേറൊരു മൂർത്തിയുണ്ട്. ഈ ചാമുണ്ടിയൊക്കെ ഉണ്ട്. ചാമുണ്ടിയൊക്കെ ഭയങ്കര ഉഗ്രതയുള്ള മൂർത്തിയായിട്ടാണ് പറയുന്നത്. അതൊക്കെ ഉപാസനയുള്ളവരൊക്കെ ഉണ്ട്. പക്ഷെ അവരും ചിന്തിക്കേണ്ടതാണ്, നമുക്കൊരു മൂർത്തിയുണ്ട്, അതിന് മേലെ ഒരാളുണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. ഇല്ലെങ്കിൽ ചില മാന്ത്രികർക്ക് ചില ചിന്തകളുണ്ട്, നമ്മളെ വെല്ലാൻ ഒരാളും ഇല്ല. അങ്ങനല്ല, അവരുടെ മുകളിൽ ഒരാൾ എപ്പോഴെങ്കിലും ഭഗവാൻ ഒരാളെ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കും. അങ്ങനെ പോവുകയാണെങ്കിൽ എല്ലാ ദേവതകൾക്കും മുകളിൽ ഒരു ദേവത ഉണ്ട്. അതിനൊരു അവസാനം ഉണ്ടായില്ലല്ലോ. ഇല്ല, ഉണ്ടാവത്തില്ല. പരബ്രഹ്മം എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്, അതിനകത്താണ് ഇതെല്ലാം വരുന്നത്. അപ്പൊ പരബ്രഹ്മത്തെ പൂജിക്കുന്നവനാരോ അവനാകുന്നു ഏറ്റവും വലിയവൻ എന്ന് പറയേണ്ട വരും. പക്ഷെ കൃത്യമായ പരബ്രഹ്മത്തെ ആയിരിക്കണം പൂജിച്ചിട്ടുണ്ടാവുക. അവനെ തൊടാനൊന്നും ആരെ കൊണ്ടും പറ്റത്തില്ല.
കാര്യം അതാണ് ശരിയായ, അത് പഴുതില്ല, അതിനകത്തൊരു പഴുതില്ല. ഈ പരബ്രഹ്മത്തിന് എവിടെയാണ് പഴുതുള്ളത്? ഒരു പഴുതുള്ള എല്ലാം അതിനകത്ത് നിൽക്കുക. ഇപ്പം സൂര്യനെ കൂട്ടി നീ എന്നെ പൂട്ടിയാൽ നക്ഷത്ര കോടികൾ കതിപനാൻ ദ്രോണർ എൻ്റെ ഗുരുവാണെന്നറിയാം എന്ന് ഏതോ സിനിമ ഡയലോഗാണെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ ജ്യേഷ്ഠൻ ഇങ്ങനെ ഇടയ്ക്ക് ഞാനുമായിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തർക്കമൊക്കെ പറയുമ്പം എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. പല അറിവുകളും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ എനിക്ക് അദ്ദേഹത്തെ എൻ്റെ കുടുംബത്തിൽ എനിക്ക് ഭഗവാൻ കൊണ്ട് തന്നതിന് ഭഗവാനോട് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെ എൻ്റെ അടുത്ത് പറയും. അപ്പോൾ ആളിങ്ങനെ പറയുന്ന നക്ഷത്രങ്ങളെ വെച്ച് വേണമെങ്കിൽ ഈ ഭൂമിയിലെ ദേവതയൊക്കെ നമുക്ക് പൂട്ടാം. അപ്പം നക്ഷത്ര കോടികൾ കതിപനാൻ ദ്രോണർ ഗുരുവാണെന്ന്. അപ്പോൾ ആ ഗുരുനാഥനെ വിളിച്ചാൽ അതും ആ കെട്ട് മൊത്തം അഴിക്കാമെന്ന്. അപ്പോൾ ആ ഗുരു എവിടെ ഇരിക്കുന്നത്? ഗുരു ബൃഹസ്പതി, അതിന് മേലെയുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് ദേവത ഉണ്ട്, അത് വ്യാഴമാകുന്നു. ഈ വ്യാഴം എവിടെ നിൽക്കുന്നു? അങ്ങനെ 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 ചിന്തിച്ച് അവസാനം ഇതെല്ലാം ചെന്നെത്തി നിൽക്കുക പരബ്രഹ്മത്തിലാണ്. അപ്പോൾ ആ പരബ്രഹ്മത്തെ പൂജിക്കുന്നവനാണ് ഏറ്റവും വലിയവൻ. അവനെ പൂട്ടാൻ ആരെ കൊണ്ടും. എന്റെ മറ്റൊരു സംശയമാണ്, ഈ പരബ്രഹ്മം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ബ്രഹ്മാവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം പരബ്രഹ്മം എന്ന് പറയുന്നത് ഈ ബ്രഹ്മാവ് തന്നെയല്ലേ? അല്ല, അത് സൃഷ്ടി, സ്ഥിതി, സംഹാരം ഇതെല്ലാം കൂടെ ചേരുന്നതല്ലേ ഒരു പരബ്രഹ്മം എന്ന് പറയുന്നത്? പരബ്രഹ്മം എന്നല്ലേ, എല്ലാം കൂടെ ചേരുന്ന ബ്രഹ്മം എന്ന് മാത്രമല്ലല്ലോ പറയുന്നത്, പരബ്രഹ്മം എന്നല്ലേ, എല്ലാം കൂടെ ചേരുന്നതാണ് ബ്രഹ്മം എന്നല്ലേ പറയുന്നത്. ബ്രഹ്മാവിന് മാത്രമായിട്ടോ വിഷ്ണുവിന് മാത്രമായിട്ടോ ശിവന് മാത്രമായിട്ടോ നിലനിൽപ്പില്ലല്ലോ. സൃഷ്ടി, ഇവർക്ക് 3 പേർക്കും മുകളിൽ ഒന്നുണ്ട്. അവർക്ക് 3 പേർക്കും മുകളിലല്ല, ഇവർ 3 പേരും കൂടെ ചേരുന്നതാണ് പരബ്രഹ്മം എന്നതല്ലേ സങ്കല്പം. ഈ പരാശക്തി വരുന്നത് അപ്പോ ശക്തി ഇതിന്റെ എല്ലാത്തിനും ശക്തി എല്ലാത്തിനും ഇങ്ങോട്ട് സ്വീകരിക്കും എന്നാ പറയുന്നത്. ശക്തിക്ക് അമ്മ എന്നാ പറയുന്നത്. അതെല്ലാത്തിനും ഇങ്ങോട്ട് സ്വീകരിക്കുന്നവളാ, അങ്ങോട്ട് കൊടുക്കുന്നതല്ല. ശക്തിയെ വിളിച്ചിട്ട് ഇപ്പോൾ ഒരാളുടെ ജീവൻ രക്ഷിക്കണം എന്ന് പറഞ്ഞു വന്നാൽ അവിടെ മഹാദേവൻ വന്നെങ്കിൽ മാത്രമേ അവിടെ രക്ഷ വരുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ഈ ശക്തി അത് രക്ഷിക്കാൻ പറ്റണ്ടേ? ശക്തിയല്ലല്ലോ, അവിടെ മഹാദേവൻ തന്നെ വരണ്ടേ? അല്ല, ഞാൻ കേട്ടുള്ള മറ്റൊരു കാര്യം, ഇപ്പോൾ ഇവർക്ക് 3 പേർക്കും ഒരമ്മയുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതേക്കുറിച്ച് എനിക്ക് അങ്ങനെ അറിയില്ല. ശക്തിയുണ്ട്, ശക്തി ആണ് എല്ലാത്തിനും അടിത്തറ എന്ന് എനിക്കറിയാം. ഇപ്പൊ ഇത് ചില കാര്യങ്ങൾ ഞാനിങ്ങനെ പറഞ്ഞ് അങ്ങനെ കേട്ടേക്കുന്നതല്ല, ചിലത് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് മനസ്സിലാക്കിയേക്കുന്നതാണ്. ഒരു പ്രാവശ്യം ഞാൻ ഒരു കർമ്മം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെൺകുട്ടി ഭയങ്കര അത്യാസന്ന നിലയിൽ കിടന്നു, അത് വെന്റിലേറ്റർ മാറ്റിയ കുട്ടി മരണപ്പെട്ടു പോകും എന്ന് പറഞ്ഞിട്ട് അവരുടെ മാതാപിതാക്കൾ എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ ഞാൻ ഈ കൊടുങ്ങല്ലൂരമ്മയെ വിളിച്ചിട്ട് ഞാൻ ഭഗവതിക്ക് പായസവും മറ്റ് നേദ്യങ്ങളും പട്ടും ഒക്കെ വെച്ചിട്ട് ഞാൻ അമ്മയോട് പറഞ്ഞു ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. ആ കുട്ടി രക്ഷപ്പെട്ടു. പക്ഷേ രക്ഷപ്പെട്ടപ്പോൾ മുതൽ എനിക്ക് എന്തൊക്കെയോ ചില മൈനസുകൾ വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി. എനിക്ക് എന്തൊക്കെയോ ചില സാമ്പത്തിക നഷ്ടങ്ങൾ വരുന്നത് പോലെയോ അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഇതെന്താണ് ഭഗവാൻ എനിക്കിങ്ങനെ വരുന്നത് എന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചു. ഈ രാശിയിൽ നോക്കിയപ്പം അവിടെ ഒരു ഭൈരവ സാന്നിധ്യം ഞാൻ കണ്ടു, ഒരു ഭൈരവൻ്റെ മൈനസ് ഞാൻ കണ്ടു. അപ്പോൾ അതെന്താണെന്ന് നോക്കി, എനിക്കത് മനസ്സിലായില്ല. നോക്കിയപ്പോൾ ശങ്കിലൊക്കെ നോക്കിയിട്ടൊന്നും എനിക്കത് പിടികിട്ടിയില്ല. പക്ഷെ ഭൈരവന് ഞാനൊന്നും കൊടുക്കാനും ഇല്ലല്ലോ. പിന്നെ എന്താണ് ഇങ്ങനെയെന്ന് വെച്ചപ്പോൾ അന്ന് രാത്രി ഞാനൊരു സ്വപ്നം കണ്ടു, ഒരു കറുത്ത വലിയൊരു നായ ഇരുന്നിട്ട് എനിക്ക്, അപ്പോൾ ഒരു ശബ്ദം വോയിസ് ഓവർ പോലെ കേൾക്കുകയാണ്, എനിക്ക് തരാനുള്ളത് നീ തരില്ലേ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അങ്ങേക്കൊന്നും തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ, അപ്പോൾ അതൊരു ഭൈരവനാണോ എന്ന് എനിക്ക് മനസ്സിലായി. തരാമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ വിചാരിച്ചു. പിന്നെ എൻ്റെ ജ്യേഷ്ഠനുമായിട്ട് അദ്ദേഹം കവടി രാശിയിലൊക്കെ നോക്കും, അദ്ദേഹം ഇങ്ങനെ മണിക്കൂറുകൾ ഇരുന്ന് നോക്കി കണ്ടുപിടിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, കൊടുങ്ങല്ലൂർ അമ്മയെ കൊണ്ട് നീ കർമ്മം ചെയ്യിപ്പിച്ച സമയത്ത് അമ്മ തനിച്ചല്ല വന്നത്. കാര്യം അമ്മയ്ക്ക് അവളുടെ ജീവൻ രക്ഷിക്കാൻ അമ്മയെ കൊണ്ട് പറ്റുന്നില്ല. ജീവൻ രക്ഷിക്കാനെങ്കിൽ മഹാദേവൻ, കാര്യം അത് ആയുസ് അറ്റുപോയ പെൺകുട്ടിയാണ്, അതിൻ്റെ ആയുസ് തിരിച്ചു പിടിക്കണമെങ്കിൽ മഹാദേവൻ വരണം. അപ്പോൾ അതുകൊണ്ട് ഭഗവാനെയും കൂട്ടിയാണ് ഒന്ന്, ഭഗവാനുള്ളത് അവിടെ ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനൊരു നീലപ്പട്ടും ഒരു വെള്ളി ശൂലവും ജലധാരയും വെള്ളനീതിയും കൂടെ ഞാൻ അവിടെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് കൊടുത്തു. അതിനുശേഷം പിന്നെ എനിക്ക് മനസ്സിലായി, അപ്പോൾ ഈ ജീവൻ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിന് ഭൈരവൻ കൂടെ വരണം, അത് ഭഗവതിയെ കൊണ്ട് തന്നെ പറ്റുന്നതല്ല എന്ന് മനസ്സിലായി. അപ്പോൾ ഈ ശക്തി എന്ന് പറയുന്നത്, ശക്തി ഇതിനെല്ലാത്തിനും മുകളിലായിരിക്കാം. അറിയില്ലാത്ത കാര്യത്തെക്കുറിച്ച് ഞാനങ്ങനെ വാചാലയായിട്ടല്ല, ഞാൻ മനസ്സിലാക്കുന്ന ഈ ശക്തി പോലും പരബ്രഹ്മത്തിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പരബ്രഹ്മത്തിൽ നമുക്ക് ലയിക്കുക, അതാണല്ലോ നമ്മുടെ സങ്കല്പം എന്ന് പറയുന്നത്. പരബ്രഹ്മത്തിൽ ലയിക്കുക, അതാണ് മനുഷ്യജന്മം, പുനർജന്മം എടുത്തെടുത്ത് പോകുന്നത് പരബ്രഹ്മത്തിൽ ലയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്താണ്? പരബ്രഹ്മത്തിൽ ഭഗവാനെ പ്രാർത്ഥിക്കുക, മഹാവിഷ്ണുവിനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, ഭഗവാനിലേക്ക്. അത് ഒരു സമയം കഴിഞ്ഞ് നമുക്ക് തന്നെ തോന്നുമല്ലോ, ഈ ലോകത്തിലെ എല്ലാ സുഖ സൗകര്യങ്ങളോട് നമുക്കൊരു വിമുഖത തോന്നി തുടങ്ങുന്നൊരു സമയമുണ്ട്. അത് തോന്നി തുടങ്ങുന്ന സമയത്തെങ്കിലും
മഹാവിഷ്ണുവിനെ ഭഗവാനെ പരബ്രഹ്മമായിട്ട് കണ്ട്, ഭഗവാൻ പോലും ആയിരിക്കില്ല, അതൊരു ശക്തി സ്രോതസ്സാവാം, അതിനെ ഭഗവാനായിട്ട് കണ്ട് പൊന്നു തമ്പുരാനെ എന്നെ പരബ്രഹ്മത്തിലേക്ക് ലയിപ്പിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക. നന്മയുണ്ടെങ്കിൽ അത് ലയിക്കുള്ളൂ, അത് വേറെ കാര്യം. പിന്നെ എനിക്ക് ഇപ്പോൾ പറഞ്ഞ ഒരു പോയിന്റും കൂടെ, മുമ്പ് അങ്ങ് ചോദിച്ച അതിലെ ഒരു പോയിന്റും കൂടെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ഈ ശക്തി എന്ന് പറയുന്നത് ആ ശക്തിയുടെ കൂടെ ഒരു പ്രകൃതിയും പുരുഷനും എന്നാ പറയുക. ഇവർ രണ്ടും കൂടെ ചേർന്നാലേ അവിടെ ഒരു ശക്തി വരുന്നുള്ളൂ, അല്ലേ? ഒരു സ്ത്രീക്ക് മാത്രമായിട്ട് ഒന്നിനെയും ഉൽപ്പാദിപ്പിക്കപ്പെടാൻ പറ്റുന്നില്ല, അവിടെ ഒരു പുരുഷ സാന്നിധ്യം കൂടെ ആവശ്യമാണ്. അപ്പോൾ ശക്തിയോടൊപ്പം ഒരു പുരുഷനും കൂടെ ഉണ്ട്. ആ പുരുഷനെ മഹാദേവനായിട്ടല്ലേ പറയുന്നത്. പ്രകൃതിയും പുരുഷനും എന്ന് പറയുന്ന ശക്തി ശ്രീപാർവതിയായിട്ടും ഭഗവാനെയല്ലേ പുരുഷനായിട്ടും പറയുന്നത്. അപ്പം ശക്തി ഭഗവാന് മുകളിലാണോ? ശക്തിക്ക് കുറച്ചും കൂടെ ശക്തി ഉണ്ടാവാം, കുറേയും കൂടെ സഹനശക്തിയും കുറേയും കൂടെ പുറത്തേക്ക് ഒരു പുതിയൊരു ജീവൻ കൊടുക്കാനൊക്കെ ഉള്ള ശക്തി ഒരു ഭഗവതിക്ക് ഉണ്ടാവാം. പക്ഷെ ആ ഭഗവാനും കൂടെ അവിടെ വന്നാലല്ലേ അത് പൂർണ്ണമാകുന്നുള്ളൂ, അങ്ങനെയല്ലേ? അപ്പൊ ശക്തിയാണോ ഭഗവാനേക്കാൾ മുകളിൽ? അല്ലല്ലോ, ഇവർ ഈക്വൽ അല്ലേ? അങ്ങനല്ലേ? ഈക്വൽ ആണ്, അങ്ങനെ വേണം മനസ്സിലാക്കാൻ. ഇനി ഇതിനെ ചില കാര്യങ്ങൾ കൊണ്ടോ അല്ലെ അനുഭവ കാര്യങ്ങൾ കൊണ്ടോ ഒക്കെ പറഞ്ഞ് നേരെയാക്കാൻ വന്നുള്ള അങ്ങനെയുള്ള വല്ലവരും ഉണ്ട് പറഞ്ഞു തരികയാണെന്നുണ്ടെങ്കിൽ ഞാനത് സ്വീകരിക്കും. കാര്യം എനിക്ക് അറിവില്ലാത്ത വിഷയമാണ്. എൻ്റെ മനസ്സിൽ തോന്നിയത് പ്രകൃതിയും പുരുഷനും ഭഗവാനും ഭഗവതിയും ശക്തിയും ശിവനും ഒന്നാണ്, ഇവർ ഒന്നായിട്ട് നിൽക്കുന്നു, ഇവർ തുല്യ ശക്തികളാണെന്ന് എനിക്ക് തോന്നുന്നു. ഭഗവാനേക്കാൾ മുകളിലാണ് ഭഗവതി എന്ന് ഞാൻ കരുതുന്നില്ല. ഈ പലപ്പോഴും ഈ ഉപാസനകൾ, ഭദ്രകാളി ഉപാസനകളൊക്കെ നമ്മൾ നടത്തുന്നത് ഈ ശക്തികൾ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ശക്തികൾ ലഭിക്കുന്ന കൂട്ടത്തിൽ തന്നെ ഇപ്പോൾ ഈ മാന്ത്രികരാണെങ്കിൽ പോലും ചെയ്യുന്നത് വിദ്യകളാണ്. ഇപ്പോൾ ഒടി, മാരണം, അത്തരത്തിലുള്ള കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ അത് പരബ്രഹ്മത്തിൽ ഇപ്പോൾ ഞാൻ പലരുമായിട്ട് ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുള്ളതാണ്, നമ്മൾ പരബ്രഹ്മത്തിൽ ലയിക്കണമെങ്കിൽ ഈ ശക്തികളിൽ തൊടാൻ പാടില്ല, തൊട്ട് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ മായയിൽ തന്നെ നിൽക്കുമെന്നാണ്. അപ്പോൾ ഈ മന്ത്രവാദികളുടെയൊക്കെ ലക്ഷ്യം യഥാർത്ഥത്തിൽ പരബ്രഹ്മത്തിൽ ലയിക്കുകയാണോ, അതോ ഈ ശക്തികൾ കൊണ്ട് ശക്തികൾ കൊണ്ട് കുറച്ച് ആളായിട്ട് അങ്ങ് ജീവിക്കുക എന്നുള്ളതാണ് ഒരുമാതിരിപ്പെട്ട മാന്ത്രികരെല്ലാവരും ചിന്തിച്ച് വെച്ചേക്കുന്നതും. ഇപ്പോൾ ഉള്ള ലെവലിൽ ഈ പ്രസന്റ് സിറ്റുവേഷനിൽ ഞാൻ രാജാവിനെ പോലെ ജീവിക്കുക എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. പരബ്രഹ്മത്തിൽ ലയിക്കണം എന്ന് ചിന്തിക്കുന്നവൻ സ്വാത്വിക കർമ്മങ്ങൾ മാത്രമേ അനുഷ്ഠിച്ചു പോവുള്ളൂ. ഞാനത് മാത്രം അനുഷ്ഠിച്ചു പോകുന്നത്, കാരണം എനിക്ക് ഭഗവാനിൽ ലയിക്കണം, എൻ്റെ പരമമായ ലക്ഷ്യം അതാണ്. പക്ഷെ എന്നാലും ഉള്ള ശക്തികൾ ഉപയോഗിക്കുക, മറ്റൊരാളെ രക്ഷിക്കാൻ ഉപയോഗിക്കാം. അതെന്റെ കർമ്മഫലമല്ലേ? ഒരിക്കലും ഇല്ല. അതിനകത്ത് അതൊരു തെറ്റല്ലല്ലോ. ഒരാളാൽ മറ്റൊരാൾ ദ്രോഹിക്കപ്പെട്ട ഒരുത്തനെ രക്ഷിച്ചെടുക്കുക ചെയ്യുന്നത്. അപ്പൊ അവന്റെ കുടുംബത്തിന്റെ അവന്റെ പിതൃ പരമ്പരയുടെയും പുണ്യം അവരെനിക്ക് തരിക. അവരൊരു പ്രാർത്ഥന ഭഗവാന് കൊടുക്കുകയാണ്. ഭഗവാനെ അവര് കാരണം, എൻ്റെ അടുത്ത് ഒരുപാട് പേര് വന്നിട്ടുണ്ട്, എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കാരണം എൻ്റെ കുഞ്ഞിൻ്റെ രോഗങ്ങളെല്ലാം ഭേദമായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ദോഷം മാറിയിട്ടുണ്ട്, ദുർമരണങ്ങൾക്ക് ഒരു അവസാനം വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പം അവരാ പറയുന്ന ആ വാക്ക് എല്ലാം ചെന്ന് ചേരുന്ന എവിടെയാ? ഭഗവാനിലേക്കാണ് ചെന്ന് ചേരുന്നത്. ആ ഭഗവാൻ അത് കാണുകയാണ്, ഞാൻ തിരഞ്ഞെടുത്ത ഒരാള് അവൾ മോശമായില്ലല്ലോ, എനിക്ക് വേണ്ടി അവൾ നല്ലത് ചെയ്തല്ലോ. പക്ഷേ ചിലര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളിപ്പോ മറ്റൊരാളെ സഹായിച്ചു കഴിഞ്ഞാൽ അവരുടെ കർമ്മഫലം കൊണ്ട് നമ്മൾ അനുഭവിക്കേണ്ടി വരുമെന്ന്. അത് സത്യമാണ്. അവരുടെ കർമ്മഫലമല്ല, അവർ ചെയ്ത ആ ദോഷത്തിന്റെ 4-1 നമ്മളിൽ നിൽക്കുക ചെയ്യുന്നത്. ആ 4-1 നമുക്ക് കിട്ടും. ആ 4-1 നമ്മൾ എങ്ങനെയാണ് തീർക്കാന്നറിയാമോ? നമ്മൾ ഹോമം ചെയ്യും, അഗ്നിയിൽ ഹോമം ചെയ്യും. നമ്മൾ ഹോമം ചെയ്ത് അതിന് ചില മന്ത്രങ്ങളുണ്ട്, തൃഷ്ടുപ്പ് മന്ത്രം എന്നൊക്കെ പറയും. അതിനകത്തൊക്കെ ദുരിതങ്ങളെയൊക്കെ കളയാം നമുക്ക്. അങ്ങനെ ചില മന്ത്രങ്ങളുണ്ട്, അതിന് ചില വിധാനങ്ങളുണ്ട്. അതൊന്നും പബ്ലിക്കായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നില്ല. അതിൽ കൂടെ നമ്മളിലെ ദുരിതത്തെ അഗ്നി എന്തിനേയും ശുദ്ധമാക്കും. ഇപ്പോൾ ഒരു ചീഞ്ഞ മത്സ്യം കൊണ്ടുവന്ന് അതിനകത്തിട്ടാലും ചാരമായിട്ടാണ് വരുന്നത്. ആ ചാരത്തിന് ആ മീനിന്റെ എന്തെങ്കിലും സ്മെല്ലുണ്ടോ? ഇല്ലല്ലോ, അത് ശുദ്ധമായൊരു ചാരമായിട്ടാണ് വരുന്നത്. അപ്പോൾ അഗ്നി എന്തിനെ ശുദ്ധീകരിക്കും? അപ്പം നമ്മളിലെ ദുരിതത്തെയും നമ്മൾ ഹോമം ചെയ്ത് നമ്മുടെ പിതൃപരമ്പരയെ നമ്മൾ എപ്പോഴും ശുദ്ധമാക്കി നിർത്തും. അല്ലാതെ ഈ ദുരിതങ്ങൾ മൊത്തം നമ്മൾ പിടിച്ച് നമുക്ക് വീട്ടിൽ വെക്കാൻ പറ്റില്ല. നമ്മുടെ തലമുറയ്ക്ക് അത് ദോഷമായിട്ട് വരും, ഇല്ലേ നമുക്ക് ദോഷമായിട്ട് വരും. അത് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഈ സർപ്പം ഒരുപാട് തവണ ഈ സർപ്പത്തിന്റെ വിഷം എങ്ങനെ വിഷഹാരികൾ, ആ വേട് കിട്ടിയില്ല എനിക്ക്, വിഷഹാരികളുണ്ടല്ലോ, വിഷഹാരികളുടെയൊക്കെ കർമ്മം നമ്മൾ എടുക്കുമ്പോൾ ഇയാൾ സർപ്പദോഷം ഏറ്റ ഒരുപാട് പേരെ ഇയാൾ രക്ഷിച്ചേക്കുന്നത്. അപ്പം ഇയാളുടെ ഒരു ദുരിതം പിടിക്കാന്ന് പറയുമ്പോൾ അത്രയും ദുരിതം ഒന്നിച്ച് നമ്മളിങ്ങ് പിടിക്കുക ചെയ്യുന്നത്. അപ്പം നമ്മളൊക്കെ നല്ല ഹോമം ചെയ്തെങ്കിലേ ആ ദോഷം നമ്മളിന്ന് പോകത്തുള്ളൂ, അല്ലാണ്ട് പോയില്ല, അങ്ങനെ തന്നെ നിൽക്കും. പിന്നെ എപ്പോഴും ഇത്രേ ഉള്ളൂ, നന്മ മാത്രം ചെയ്യുക, തെറ്റായതൊന്നും ചെയ്യാതിരിക്കുക. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിവുണ്ട്, നമ്മൾ ഇതേക്കുറിച്ച് പഠിച്ചു, ഇതേക്കുറിച്ച് അറിയാം, നന്മ മാത്രം ചെയ്തു പോയി. ഒടി മാരണം അതൊക്കെ പണ്ടുള്ള മാന്ത്രികർ ചെയ്യുമായിരുന്നു.
അവർക്കൊക്കെ അറിയായിരുന്നത്. ഇപ്പോഴത്തെ മാന്ത്രികർക്കൊന്നും ഒന്നും അറിയത്തില്ല. പക്ഷെ ഒടിയൊക്കെ ചെയ്യാൻ അറിവുള്ളവരുണ്ട്. ഒടി വന്ന ഒരാൾ, ഒടി എന്ന് പറയുന്നത് ശരിക്കും ഒടി വെക്കുക എന്ന് പറയും. ഇപ്പോൾ രാഹുലിനൊരു ഒടി ഏറ്റു എന്ന് വിചാരിക്കുക. അപ്പോൾ രാഹുൽ എൻ്റെ അടുത്ത് വന്നിട്ട് പറയുക എനിക്ക് ഒരു പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ രാഹുലിൻ്റെ രാശി നോക്കുമ്പോൾ എൻ്റെ ആ രാശിക്ക് അവിടെ കെട്ട് വീഴും. എനിക്ക് കറക്റ്റ് കണക്ക് കിട്ടത്തില്ല. അതുപോലെ എൻ്റെ ദിക്ക് 8 ദിക്കാണ് ഉള്ളത്. ആ അഷ്ടദിക്ക്, ഈ അഷ്ടദിക്കിനും കെട്ട് വീഴും. അങ്ങനെ ആ കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക് കിഴക്ക്, അങ്ങനെയാണ് 8 കണക്കാക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത്രയത്തിനും ഒടി വീഴും. അത്രയത്തിനും ഒടി വീണിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മളോട് അങ്ങ് ഓട്ടോമാറ്റിക്കലി ബന്ധനത്തിലേക്കായി പോവുക. അതിനാണ് ഈ ഒടി എന്ന് പറയുന്നത്. ഈ ഒടി ഏറ്റവൻ ഒരാളുടെ അടുക്ക ചെന്ന് അഴിക്കാൻ ചെന്നാൽ അവനും കൂടെ പ്രശ്നം വരും. അതാണ് ഒടി എന്ന് പറയുന്ന സംഭവം. അതാണ്. പക്ഷേ ഈ ഒടിയെ മറികടക്കുന്ന ഒരു മൂർത്തിയുണ്ട്. അതൊരു മലദൈവമാണ്. ആ മലദൈവത്തിൻ്റെ ഉപാസനയുള്ളവൻ്റെ അടുത്തോട്ട് ഈ ഒടി ഉള്ള ഒരുത്തൻ ചെന്നാൽ ഒന്നും വരത്തില്ല. അവനെ അത് ഈസി ആയിട്ട് അഴിച്ചു കൊടുക്കാനും പറ്റും. ഇവൻ രക്ഷപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരാളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. അപ്പോൾ അതേപോലെ തന്നെ ചെയ്യുന്നതാണ് മാരണം അല്ലെങ്കിൽ വശ്യം. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് മറ്റൊരാളിൽ അഫക്റ്റ് ചെയ്യുന്നത്? ഈ വശ്യം ചെയ്തിട്ട് ചില സ്ത്രീകളെയൊക്കെ ഇങ്ങനെ ആകർഷിച്ചു കൊണ്ടുവന്നു എന്നൊക്കെ പറയത്തില്ലേ, അവരുടെ ഉള്ളിലേക്ക് എന്തെങ്കിലും ഇങ്ങനെ കൈവിഷം പോലുള്ള സാധനമൊക്കെ കൊടുത്തിട്ട് കൊണ്ടുവരിക. അല്ലാതെ ഇങ്ങനെ ഒരാളെ നോക്കിയിട്ട് അവരെ വശ്യം ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞു ഞാനത് വിശ്വസിക്കുന്നേ ഇല്ല. കാര്യം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ സിനിമാ നടിമാരെയൊക്കെ നമുക്ക് വശ്യം ചെയ്ത് ഇങ്ങ് കൊണ്ടുവരാൻ മേലെ അവരെല്ലാം പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അത് ചുമ്മാതാണ്. പിന്നെ കുറച്ചൊക്കെ അടുപ്പമുള്ള ഒരാളെ നമ്മളുമൊക്കെ ആയിട്ട് കുറച്ചൊക്കെ മിങ്കിൾ ചെയ്തിരിക്കുന്നവരെ വല്ല കൈവിഷം പോലുള്ള ചില ജപങ്ങളൊക്കെ ജപിച്ച് ഈ മൂർത്തികളാണ് ഈ കൈവശമായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കുക. അവരതിങ്ങനെ അതിൽ നോർമലി ഒരു സംഭവം ദഹിച്ചു പോകണമല്ലോ. ദഹിച്ചു പോകാതെ നമ്മുടെ ശരീരത്തിൽ ഒരു വസ്തു നിൽക്കുന്നത് അതിനകത്ത് ജപമൂർത്തികളും കൂടെ നിൽക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ തിരുവിഴ അമ്പലത്തിലൊക്കെ അത് ഛർദ്ദിപ്പിച്ച് കളയുന്നുണ്ട്. അതിന് മരുന്നൊക്കെ കൊടുത്ത് ഛർദ്ദിപ്പിച്ച് കളയുന്നുണ്ട്. പക്ഷെ ചിലത് ഛർദ്ദിച്ചാലും പോകാത്തത് ആ ജപത്തിലിരിക്കുന്ന മൂർത്തി വയറ്റിൽ കാണും. വയറ്റിലിങ്ങനെ ഇതായിട്ട് നിൽക്കും. അപ്പോൾ അത് ഇവർക്ക് വയറുവേദനയും പിന്നീട് ഭയങ്കര ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരും. ഈ കൈവശം ഉള്ളിൽ കിടക്കുന്ന അത്രയും കാലം മറ്റേ ആളിലേക്കൊരു ഇത് വരും. പക്ഷെ ഇത് കഴിക്കാൻ പോയത് കൊണ്ടാണ് കൈവശം ഉള്ളിൽ ചെന്നത്. അവരുമായിട്ട് അടുപ്പമൊന്നുമില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കാനൊന്നും പോകുന്നില്ല. ഒരു മൂർത്തിക്ക് നേരിട്ട് കൊണ്ടുവന്ന് വായിലോട്ടൊന്നും കൊടുക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നമ്മൾ അടുത്ത് ചെന്ന് എന്തെങ്കിലും ഭസ്മോ അങ്ങനെയൊക്കെ കഴിച്ചാലേ നമ്മുടെ ഉള്ളിൽ വരത്തുള്ളൂ. അപ്പോൾ അങ്ങനെ ജപിച്ചു കൊടുക്കുന്ന സാധനത്തെ മാറ്റുന്നത് ഈ ഛർദ്ദിപ്പിച്ച് കളഞ്ഞ് മാത്രമല്ല, അതിനകത്തിരിക്കുന്ന മൂർത്തിയെ കൂടെ മാറ്റണം. മാറ്റിയെങ്കിലേ അത് പൂർണ്ണമായിട്ട് അഴിയത്തുള്ളൂ. അങ്ങനെ അഴിക്കാനൊക്കെ പറ്റും. അതിപ്പം നമുക്ക് ആളെ കാണുക പോലും വേണ്ട. അവൻ്റെ ധർമ്മദേവതകളെയൊക്കെ വിളിച്ച് നേതിയൊക്കെ കൊടുത്ത് വേണേൽ നമുക്ക് അഴിച്ചു മാറ്റാൻ പറ്റും. ഏറ്റവും വലിയ മാന്ത്രിക കർമ്മം എന്താണ്? എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ മാരണകർമ്മം തന്നെയാണ്. ഒരാളെ വീഴ്ത്താനൊക്കെ വേണ്ടിയിട്ടൊക്കെ ചെയ്യുന്ന ചിലരെ ഭയങ്കരമായിട്ട് ബന്ധിച്ച് പൂട്ടിക്കെട്ടി, വലിയ ബിസിനസ്സുകാരൊക്കെ കാണൂല, അവരൊക്കെ ഇങ്ങനെ ചില ബന്ധനങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ പൂട്ടിക്കെട്ടി കളയും. അത് ഒരു ദിവസം കൊണ്ടൊന്നും അല്ല ഇവരിത് ചെയ്യുന്നത്. ഇത് ഭയങ്കരമായ കാലാകാലങ്ങളോളം ഇരുന്ന് ഇങ്ങനെ ചെയ്യുന്നതാണ്. പിന്നെ ഈ കൊടുങ്കാളിയൊക്കെ വെച്ചിട്ടുള്ള ഒരു അപകടത്തിൽ കൊടുങ്കാളിയൊക്കെ ഇങ്ങനെ ബാധയാക്കി തിരിച്ചു വിട്ട് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായ അപകടമൊക്കെ സംഭവിക്കുമല്ലോ. ഒരാളുടെ ജീവനോളം വലുതല്ലല്ലോ ഒന്നും. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ആര് ചെയ്താലും ഓർത്തോളൂ, ഈ ചെയ്യുന്ന ആളുടെ അവസാനം ഇതുപോലൊക്കെ തന്നെയായിരിക്കും. പക്ഷേ ഈ ചെയ്യുന്നവനെ രക്ഷിക്കാൻ ഭഗവാൻ അവിടെ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷിക്കാൻ ഒരുത്തൻ അവിടെ എത്തിയിരിക്കും. ആ ദോഷം അവനിൽ നിന്ന് വിട്ടു പോവുകയും ചെയ്യും. അതാ എനിക്ക് ഒരാളുടെ ആയുസിനെ തകർക്കുന്ന രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് അവിടെ എത്തണമല്ലോ. അതല്ലേ നിയോഗം, അതല്ലേ. ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാം. എന്താണ് ഈ മഹിഷിയെ പറ്റി പറയത്തില്ലേ? മഹിഷിക്ക് വരം കിട്ടിയ നാട് ആ ശബരിമല മൊത്തം നശിപ്പിച്ചുകൊണ്ടിരുന്നപ്പം ഹരിഹരപുത്രൻ ജനിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു വരം ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയത്തില്ലേ? അപ്പോൾ ഈ ഹരിയും ഹരനും, ഹരി മഹാവിഷ്ണുവും ഹരൻ മഹാദേവനുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും ചേർന്നൊരു കുഞ്ഞ് ജനിക്കില്ലല്ലോ. ജനിക്കത്തില്ല. അപ്പോൾ പക്ഷെ ഞാനിങ്ങനെ ഇതൊരു വേറൊരു സ്റ്റോറിയായിട്ട് ഞാൻ കേട്ടേക്കുന്നതാണ്. അപ്പോൾ എനിക്ക് അതിനകത്ത് ആ സ്റ്റോറിയിൽ കുറച്ച് ലോജിക്കലി എനിക്ക് കുറച്ച് ഇൻകറക്റ്റായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ പറയുന്ന കാര്യം കൂടിയാണ്. ഇപ്പോൾ ശബരിമല ശ്രീധർമ്മ ശാസ്താവിൻ്റെ അമ്മ കൂളിവാകയാണെന്നും അത് ശ്രീപാർവതിയാണെന്നും ചിലർ പറയുന്നുണ്ട്. മഹാദേവനും ശ്രീപാർവതിയാണെന്നും. അത് ശ്രീപാർവതി അല്ല എന്ന് പറയാൻ കാരണം ഈ മഹിഷിക്ക് വരം കിട്ടിയിരിക്കുന്നത് ഹരിയും ഹരനും ചേർന്ന ഒരാൾ വരണം, ആ ആളെ എന്നെ വധിക്കാൻ പാടുള്ളൂ എന്നാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഹരിയും ഹരനും ചേർന്ന് വേണ്ടേ അവിടെ ഒരു കുഞ്ഞ് ജനിക്കാൻ. അപ്പോൾ അവർ രണ്ടുപേരും പുരുഷ ദേവതകളായതുകൊണ്ട് അവർക്ക് അങ്ങനെ വരില്ല. അപ്പോൾ അതിൽ ഹരി എന്ന് പറയുന്നത് മായക്കാഴ്ചകളുടെ ഉസ്താദാണ് മഹാവിഷ്ണു. മോഹിനിയായിട്ട് വേഷം മാറി വന്ന് ദേവന്മാരെ മൊത്തം പറ്റിച്ച ആളാണ്. അതേ മഹാവിഷ്ണു ഭഗവാൻ ഇങ്ങനെ കാട്ടിൽ കൂടെ പോയപ്പം കൂളിവാക എന്ന് പറഞ്ഞൊരു സ്ത്രീ അവിടെ ജലാശയത്തിൽ
നീരാടുകാരെന്നും അവരോട് അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരിക്കാൻ സമ്മതമാണോ എന്ന് ചോദിച്ചെന്നും ഇവർ പാർവതി ദേവിയുടെ ഭക്തി ആയതുകൊണ്ട് 7 ദിവസങ്ങൾക്ക് ശേഷം വരൂ, ഞാനിപ്പോൾ രജസ്വലയാണ്, 7 നാൾക്ക് ശേഷം അങ്ങ് വരൂ എന്ന് പറഞ്ഞു പോയി എന്നാണ് പറയുന്നത്. ഒരു പാർവതിയെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ ഒരു ഹരിയും ഹരനും ചേർന്നൊരു പുത്രൻ അവിടെ ജനിക്കണം. അതിനു വേണ്ടിയിട്ട് ഈ മഹാവിഷ്ണുവാണ് ശരിക്കും മോഹിനിയായിട്ട് അല്ലെങ്കിൽ ഈ കൂളിവാകയായിട്ട് വേഷം മാറി അവിടെ വന്ന് ഇവർ സ്ത്രീയായിട്ട്, ദേവന്മാർക്ക് ഏത് വേഷവും രൂപം എടുക്കാമല്ലോ, അങ്ങനെ സ്ത്രീയായിട്ട് അവർ വന്നു നിന്ന് അവർ തമ്മിൽ ചേർന്നാണ് ഈ ഹരിഹരപുത്രൻ, ഹരിയുടെയും ഹരൻ്റെയും പുത്രനാകയാൽ ഹരിഹരപുത്രൻ ആണ്. അതല്ലെങ്കിൽ പിന്നെ പാർവതി പരമേശ്വരൻ്റെ പുത്രൻ വധിക്കുമെന്ന് വരം കൊടുത്താൽ പോരായിരുന്നു. ഈ ഹരിയുടെയും ഹരൻ്റെയും പുത്രന് ഹരിക്ക് അവിടെ സ്ഥാനത്തിന് പകരം അവിടെ കൊണ്ടുവന്ന് പാർവതി ദേവിയെ പ്രതിഷ്ഠിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അവർക്കൊരു മകൻ ജനിക്കുന്നു. മൂത്ത മകൻ ഹരിഹരപുത്രൻ, ഇളയവൻ വിഷ്ണുവിൻ്റെ മായയാൽ ജനിച്ചവനാകയാൽ വിഷ്ണു മായ എന്നും പേർ. ഇവർ രണ്ടുപേരാ. ഈ ഇടയിലുള്ള 400-ൽ 10 കുറ 390 ചാത്തന്മാർ എന്നാ പറയുന്നത്. അതിൽ ഈ ഇടയ്ക്കുള്ളത് മൊത്തവും മായയായിട്ടുള്ളവരാണ്, മായ ചാത്തന്മാരാണ് മൊത്തവും. പക്ഷെ അവർക്കാണ് ഉഗ്രശക്തി കൂടുതൽ. ഏറ്റവും മൂത്തത് ഹരിഹരപുത്രനാണ്. വിഷ്ണുവിൻ്റെ മായയാൽ ജനിച്ചത് കൊണ്ട് വിഷ്ണുമായെന്നും. പക്ഷെ എന്നിട്ട് പോലും ഈ പേരിൽ തന്നെ ഇതിൻ്റെ അർത്ഥം വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ട് പോലും പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇത് പാർവതിയാണ് എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സങ്കല്പമാണെങ്കിൽ ഇപ്പോ ബാക്കിയുള്ളവർ മുഴുവൻ ചാത്തന്മാരായിട്ടാണ് ജനിച്ചത്. അപ്പോ അയ്യപ്പനും ഒരു ചാത്തൻ തന്നെ ആയിരിക്കത്തില്ലേ? ഹരിഹരപുത്രൻ എന്ന് പറയുന്ന ശ്രീധർമ്മ ശാസ്താവാണ് ഏറ്റവും മൂത്തത്. ആളിൽ കുറുകിയതായതുകൊണ്ട് കുട്ടി ശാസ്ത എന്ന് പേരിട്ടു എന്നേ ഉള്ളൂ. അത് ശരി. ആളിൽ പൊക്കം കുറഞ്ഞ ഞാൻ പറഞ്ഞില്ലേ ഒരു പ്രാവശ്യം ഞാൻ കണ്ടു, ചെറിയ കുട്ടിയെ പോലുള്ള ഒരാളെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞില്ലേ, അതാണ് ശരിക്കും ശ്രീധർമ്മ ശാസ്താവ് എന്ന് പറയുന്ന ആള്. ഈ വിഷ്ണുമായ അതുപോലൊക്കെ തന്നെയാണ്. പക്ഷെ വിഷ്ണുമായ കുറച്ച് വിഷ്ണു ചൈതന്യം ഏറി നിൽക്കുന്ന ഒരു സാത്വിക ദേവതയായിട്ട്. പക്ഷെ ഉഗ്രശക്തി ഭയങ്കര കൂടുതലാണ് ഇവർക്കൊക്കെ. ഇടയ്ക്കൊക്കെ ഉള്ളത് മായ ചാത്തന്മാരാണ്. അവര് ഒറിജിനലായിട്ടുള്ളതല്ല, അത് ദേവന്റെ സൃഷ്ടികളാണ്. അല്ലാതെ 400 പേരെ ഒന്നിച്ച് 2 കുഞ്ഞുങ്ങളാണ്, ഏറ്റവും മൂത്തത് ഏറ്റവും ഇളയത്, അങ്ങനെയാ വന്നേക്കുന്നത്. ശബരിമലയിലുള്ളത് അഗ്നിക്കരിങ്കുട്ടി എന്നാ പറയുന്നത്. അവിടെ തീപിടുത്തമൊക്കെ പണ്ടുണ്ടായിട്ടില്ല, കൂടെ ചൊവ്വ നിൽക്കുന്നുണ്ടെന്ന് പറയണം. അങ്ങനെ നമ്മൾ ചിന്തിക്കണം. തീപിടുത്തം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഭദ്രകാളി സാന്നിധ്യത്തെ പറയണം, അല്ലെ അഗ്നി കരിങ്കുട്ടിയാണ് ഉള്ളത്. അങ്ങനെയുണ്ട്. അല്ലാതെ അവിടുത്തെ ശ്രീപാർവതി അല്ല, ശ്രീപാർവതിയുടെ പുത്രനല്ല ഹരിഹരപുത്രൻ. അങ്ങനെയാണ്. അപ്പം അത് ചില കാര്യങ്ങൾ നമ്മൾ ഈ കഥ ഇങ്ങനെ കേട്ട് അതുപോലെ അങ്ങ് വിഴുങ്ങുമല്ല, ചിന്തിച്ച് നോക്കണം എന്തുകൊണ്ട് ആ പേര് അവിടെ വന്നു. അപ്പോൾ അവിടെ ഹരിയും ഹരനും ചേർന്ന് വേണ്ടേ അവിടെ ഒരു കുഞ്ഞ് ജനിക്കാൻ? അവിടെ എങ്ങനെയാണ് പാർവതി ദേവി ആവുക? പാർവതി ദേവി ഉണ്ടെങ്കിൽ അവിടെ ഹരിയോളം പ്രാധാന്യം പാർവതി ദേവിക്കില്ലേ? ഉണ്ടല്ലോ. അപ്പോൾ ഇന്ന് അവിടെ പേര് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ നമ്മൾ ചിന്തിച്ച് നോക്കണം. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് ഇന്നത്തെ തലമുറ പോകേണ്ടത്. അപ്പം നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിന് ഇട്ടുകൊടുത്താൽ മനുഷ്യൻ വിശ്വാസത്തിലേക്ക് വരും. അല്ല ദുർമന്ത്രവാദം അങ്ങോട്ട് ഇതാണ് മന്ത്രവാദം, ഇത് വെച്ച് ഒരാളെ തകർക്കാൻ പറ്റും എന്ന് പറഞ്ഞ് ആരും വിശ്വസിക്കത്തില്ല. ഒരു കുഞ്ഞുങ്ങളും ദൈവത്തെ വിശ്വസിക്കുകയില്ല. ഇപ്പോഴത്തെ തലമുറ മൊത്തം ദൈവവിശ്വാസത്തിന് എതിര് വരുന്നതിൻ്റെ പ്രധാന കാരണം ഈ നെഗറ്റീവായ കാര്യങ്ങൾ അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ടാണ്. രക്ഷപ്പെടാൻ പറ്റും, നന്നായി ജീവിക്കാൻ പറ്റും, സമ്പൽ സമൃദ്ധി ഉണ്ടാകും, നമുക്ക് ആരുടെ ഒരു ശത്രുദോഷം ഉണ്ടാകത്തില്ല, നമുക്ക് നന്മയുണ്ടാകൂ എന്ന് 10 കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുക. ഈ പല കൊട്ടാരങ്ങളും പല വലിയ വലിയ ക്ഷേത്രങ്ങൾ, ഈ വെച്ചാരാധന ഭയങ്കര മോശമെന്ന് പറയുന്നവരുണ്ട്. വലിയ വലിയ ക്ഷേത്രങ്ങൾ പലതും രാജാവിൻ്റെ വെച്ച് പൂജിച്ച സ്ഥലമാണ്. രാജാവിൻ്റെ വെച്ചാരാധനയാണ് ഈ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവും ഒക്കെ ആയതും ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രവും ഒക്കെ ഏതെങ്കിലും ഒരു രാജാവിൻ്റെ വെച്ചാരാധനയല്ലേ അല്ലേ? അതപ്പോൾ എങ്ങനെ വെച്ചാരാധന മോശമാകുന്നത് എങ്ങനെയാ? ആ വെച്ചാരാധനയല്ലേ ഇന്ന് ലോകം മൊത്തം അംഗീകരിക്കുന്നത്. രാജാവിൻ്റെ വെച്ചാരാധന ആയതുകൊണ്ട് അതിന് വ്യത്യാസം വല്ലതും ഉണ്ടോ? ഇല്ല. ദേവനെ രാജാവിനെ പോലെ നമ്മൾ ട്രീറ്റ് ചെയ്താൽ ദേവൻ നമ്മളെ അതുപോലെ ട്രീറ്റ് ചെയ്യും. നമ്മൾ അങ്ങോട്ട് വിതയ്ക്കുന്നതേ കൊയ്യുമെന്ന് ബൈബിളിലൊക്കെ പറയത്തില്ല. അങ്ങോട്ട് കൊടുക്കുന്ന ഇങ്ങോട്ട് കിട്ടത്തുള്ളൂ. ദേവന് പഴങ്കഞ്ഞിയും കൊടുത്തോണ്ടിരുന്നാൽ നമുക്കും പഴങ്കഞ്ഞി കിട്ടും. പിന്നെ ഗതിയില്ലാത്തവൻ ഭഗവാനെ ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഭഗവാൻ സമ്പൽ സമൃദ്ധി കൊടുക്കും. അങ്ങനെ നമ്മൾ എങ്ങനെയാണോ ഭഗവാനെ അങ്ങോട്ട് കാണുന്നത് അതുപോലെ തിരിച്ച്. അതുകൊണ്ട് വെച്ചാരാധന മോശമല്ല. വലിയ വലിയ ക്ഷേത്രങ്ങൾ പലതും പലരുടെയും വെച്ചാരാധന, അത് ഇന്നത്തെ സമൂഹം ഇതൊന്നും ചിന്തിക്കുന്നില്ല. എന്നിട്ട് പറയും വെച്ചാരാധന മോശമാണ് എന്ന് പറയും. ഒരു ദേവനെ വിളക്ക് വെച്ചാൽ നമുക്ക് നന്മയുണ്ടാകും, അതുണ്ടാകും എന്നുള്ളത് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചെറുതിലേ പറഞ്ഞു കൊടുക്കണം. ദൈവമുണ്ട്, എനിക്കും നിനക്കും അതീതനായ ഒരു ശക്തിയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിച്ചിരിക്കുന്നത്, അദ്ദേഹമാണ് എല്ലാത്തിൻ്റെയും ആധാരം, അദ്ദേഹം വിചാരിച്ചാൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും, നമ്മൾ നന്മയുള്ളവനായിരിക്കണം എന്നൊക്കെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുന്ന ഒരു കുടുംബങ്ങളിലെ ഒരു കുഞ്ഞുങ്ങളും വഴിതെറ്റിപ്പോയ ചരിത്രമില്ല.